ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്ന 13-ാം അധ്യായമാണ് നമ്മൾ ചിന്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മൂന്നോളം പേർക്ക്, 4 പേർക്ക് ഈ നിർഗുണ ഉപാസനയെക്കുറിച്ചും സഗുണ ഉപാസനയെക്കുറിച്ചും സംശയം തീർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇവിടുന്ന് അത് അങ്ങോട്ട് തീർത്തു പോയാൽ ബുദ്ധിമുട്ടുണ്ടാവും തോന്നില്ല. അപ്പോൾ സഗുണം നിർഗുണം, സഗുണ ആരാധന എന്ന് പറയുമ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, ഗുണത്തോട് കൂടിയിട്ടുള്ളതാണ്. അതായത് പ്രപഞ്ചേശ്വരനെ, പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായിട്ടുള്ള ഈശ്വരനെ ഏതെങ്കിലും നമ്മുടെ മനസ്സിന് ഹൃദ്യമായി തോന്നുന്ന, ഇണങ്ങുന്ന ഒരു രൂപത്തിൽ, ആ രൂപം പലതുകൊണ്ടുണ്ടാക്കിയതാവാം. സ്വന്തം നിലയ്ക്ക് ഉണ്ടാക്കാം, അങ്ങനെയും ചെയ്യാം. അത് കല്ലിലാവാം, മരത്തിലാവാം, ലോഹത്തിലാവാം, പൾപ്പ് പോലെയുള്ള പ്ലാസ്റ്റിക്, എന്ത് മെറ്റീരിയലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ താക്കത്തിനനുസരിച്ച്, നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ സ്വർണത്തിലോ വെള്ളിയിലോ പ്ലാറ്റിനത്തിലോ എന്തിൽ വേണമെങ്കിൽ ചെയ്തോളൂ. അതിൽ നിങ്ങൾ കൽപ്പിക്കുന്നു. എന്താണ് കൽപ്പിക്കുന്നത്? ഇത് പ്രപഞ്ചേശ്വരനാണ്, പ്രപഞ്ചേശ്വരൻ്റെ പ്രതീകമാണ്. അപ്പം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയാണോ അത് നിങ്ങൾക്ക് പ്രപഞ്ചേശ്വരന് എന്ന മട്ടിൽ നിങ്ങൾക്കതിൽ സമർപ്പിക്കാം. അങ്ങനെ പലരും സ്വന്തം നിലയിൽ തൻ്റെ ഇഷ്ടമൂർത്തിയെ പൂജാമുറിയിലും യാത്ര ചെയ്യുമ്പോൾ കൂടെ കൊണ്ട് നടക്കുന്നു. അങ്ങനെയുണ്ട്. ഇനി കൂടെ കൊണ്ട് നടക്കൽ കാര്യങ്ങളൊന്നുമില്ല. ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ ഇത്തരം ആരാധനാ കേന്ദ്രങ്ങളിൽ പോയി അതിനെ ആരാധന ചെയ്യുന്നു. അപ്പോൾ സഗുണത്തിൽ മന്ത്രങ്ങളുണ്ട്. ഏതെങ്കിലുമൊക്കെ മന്ത്രത്തെ നമ്മൾ സ്വീകരിക്കുന്നു. അതുപോലെ രൂപമുണ്ട്. അത് ഇന്നതായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഓരോരുത്തരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രൂപം. അങ്ങനെ അതിൽ ചില വിധാനങ്ങളൊക്കെ ഉണ്ട്, വിധിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചിലർ അതൊക്കെ പഠിക്കുന്നു. പൂജകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിക്കുന്നു. പഠിച്ചതിനനുസരിച്ച് ചെയ്യുന്നു. ചിലർ ചെയ്യിക്കുന്നു ചിലരെ കൊണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഈ സഗുണം എന്ന് പറയുമ്പം നമ്മൾ ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ സഗുണത്തിലാണ് പെടുന്നത്. ഈ സഗുണ ആരാധനയിൽ എന്തു വേണം? ശ്രദ്ധ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ശ്രദ്ധ? സഗുണത്തിൽ ഏത് പ്രതീകത്തെയാണോ നമ്മൾ ഈശ്വരനായി കൽപ്പിച്ചിരിക്കുന്നത്, പിന്നെ അതാണ്. അപ്പോൾ അതിനെന്തു വേണം? നല്ല വൃത്തിയും വെടുപ്പിലും ആയിരിക്കണം അതൊക്കെ ചെയ്യേണ്ടത്. അതിനോട് കാണിക്കുന്ന റെസ്പെക്റ്റ്, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ നമ്മളത് ചെയ്യാൻ പോകരുത്. മുൻപ് ഉദാഹരണം പറഞ്ഞിട്ടുള്ളതാണ്. ദേശീയ പതാക കേവലം ഒരു തുണിയല്ല. അത് നിങ്ങൾ സ്വന്തം കാശ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ദേശീയ പതാക കൊണ്ട് എന്ത് തോന്നിയാസം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വണ്ടി തുടയ്ക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇതിനുപയോഗിക്കുക. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലോ അങ്ങനെ ആരോ ഒരാൾ ഇതേപോലെ ദേശീയ പതാക കൊണ്ട് മേശ ഉടച്ചു.
എറണാകുളത്ത് തന്നെയാന്ന് തോന്നുന്നുണ്ട്, കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലാന്ന് തോന്നുന്നുണ്ട്, ഓർമ്മ ശരിയാണെങ്കിൽ. അത് വലിയ നടപടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് മുഖം തുടയ്ക്കാനുള്ള കർച്ചീഫോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടേബിൾ തുടയ്ക്കാനുള്ളതോ ഒന്നുമല്ല. എത്രയോ കോടി ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. ഓരോ ദേശീയ പതാകയും പാകിസ്ഥാനോട് ഈർഷ്യയുണ്ട് എന്ന് കരുതിയിട്ട് പാകിസ്ഥാൻ്റെ ദേശീയ പതാകയെ അവമാനിച്ചുകൂടാ. അതൊക്കെ നമ്മുടെ എന്താ പറയുക, അന്തർദേശീയ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ പെടുന്നതാണ്. നമ്മുടെ ശത്രുരാജ്യം എന്ന് നമ്മൾ കണക്കാക്കുകയാണെങ്കിലും അവർ ആരാധിച്ചു പോരുന്നതിനെയൊക്കെ അതിനെയൊക്കെ മൂല്യങ്ങൾ കൽപ്പിക്കുക. സഗുണ ആരാധനയിൽ അതൊക്കെ വളരെ പ്രധാനമാണ്. അത് കേവലം ഈശ്വരൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ഓരോന്നിലും കൽപ്പിക്കുന്നതാണ്. ഇത് ഇന്നതാണ്. അത് അവർക്ക് വളരെ വിലപ്പെട്ടതാണ്. ഇനി നിർഗുണത്തെക്കുറിച്ചാണ്. നിർഗുണ ആരാധനയിൽ നമ്മൾ പറയട്ടെ, അതായത് ഇപ്പം നമുക്ക് പറയാൻ വേണ്ടി പറയാം. എന്തു പറയാം? പ്രത്യേകിച്ച് ഈശ്വരൻ്റെ ഒരു രൂപത്തെയും പ്രത്യേകം അടയാളപ്പെടുത്തി അതിൽ എന്തെങ്കിലും വിധത്തിലുള്ള കൽപ്പനകളോ ആരാധനകളോ ഒന്നും തന്നെ നടത്തുന്നില്ല. പിന്നെ നമ്മൾ പറയാൻ വേണ്ടി പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ആരാധന നിർഗുണ ആരാധന എന്ന് പറയുന്നതിൽ തന്നെ കുഴപ്പമുണ്ട്. അവിടെ ആരാധനയുണ്ട്. ആരാധന എന്ന് വരുമ്പോൾ അത് നിർഗുണമല്ല. പ്രയോഗത്തിൽ ആ പ്രയോഗിക്കുന്ന, നമ്മൾ സൂര്യാസ്തമയം എന്ന് പറയുന്നത് പോലെ ആ സമയമൊന്നും ഇല്ലല്ലോ. അത് ആ പ്രയോഗത്തിൽ തെറ്റുണ്ട് എന്നതുപോലെ ഇവിടെ നിർഗുണ ഉപാസന, നിർഗുണ ആരാധന എന്ന് പറയുമ്പോൾ ഏത് ആരാധനയും സഗുണമാണ്, ഗുണത്തോടു കൂടിയതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ വേണ്ടി പറയാം. എന്തു പറയാം? മറ്റ് ബിംബങ്ങളോ ആശ്രയങ്ങളോ ഒന്നും കൂടാതെ, അവിടെ വിളക്കില്ല, ഏതെങ്കിലും ഒരു രൂപത്തെ ധ്യാനിക്കുന്നില്ല, ഓം എന്നെഴുതി വെച്ച് അതില്ല, ഒരു ബിന്ദു അതുമില്ല, ഒരു സിന്ധുവില്ല. പിന്നെ നമ്മൾ പറയണു, നമ്മുടെ തന്നെ ഉള്ളിലേക്ക് മനന നിധിധ്യാസനത്തിലൂടെ നമ്മുടെ തന്നെ ഉള്ളിലേക്ക് ഉള്ള സ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്ന ഒരു പ്രക്രിയ. അങ്ങനെ നിങ്ങൾ സ്വരൂപ സാക്ഷാത്കാരത്തിനായി ഇരിക്കുന്നു, ഒരു സമയം തിരഞ്ഞെടുക്കുന്നു, ഇങ്ങനെ ചില പ്രക്രിയകളൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ സഗുണത്തിൽ തന്നെ പെടും. അത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം നിർഗുണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരാരാധനയില്ല. അതാണ് ഒരു മനസ്സിലാക്കൽ. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കൽ? ഇപ്പോൾ ഭഗവാൻ ഇതിൽ തന്നെ ഗീതയിൽ 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 4-ലെല്ലാം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. 4-ലും 3-ല് യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ മതർപ്പണം. ഇപ്പം ഏതൊരാളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. യത് കരോഷി, പല വ്യാപാരങ്ങളായിരിക്കാം. ഈ പൂജാതി കാര്യങ്ങളോ അതൊന്നുമല്ല, മണിയടിയോ കർപ്പൂരം കത്തിക്കലോ ഒന്നുമല്ല, മാല കെട്ടലോ മാല ഇടലോ ഒന്നുമല്ല. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, ഓഫീസ്, വീട്, പൊതുസമൂഹത്തിൽ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത് കരചരണങ്ങളെ കൊണ്ട്, അതിനെ എല്ലാറ്റിനെയും കൂടെ ചേർത്ത് ഭഗവാൻ പറയാം, യത് കരോഷി, നീ എന്താണ് ചെയ്യുന്നത്?
യത് അശ്നാസി, നീ എന്താണ് ഭക്ഷിക്കുന്നത്. യത് ജുഹോഷി, ഇനി വല്ല ഹോമാദികളോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത്. ദദാസി, കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്തും കൊടുക്കാം. ബിവറേജിലെ എന്താ പറയുക, വരി നിൽക്കുന്നവന് എടുത്തു കൊടുക്കൽ പരിപാടി വരെ ആവാം, എന്തും. യത് ദദാസി, എന്ത് മേടിക്കുന്നു, എന്ത് കൊടുക്കുന്നു. യത് തപസ്യസി, എന്തൊക്കെ തപശ്ചര്യകളാണ് വിപരീതങ്ങളായിട്ടുള്ളതിനെ അനുകൂലമാക്കി അതിനെ ഒരു സാധനയാക്കി എടുക്കുന്നത്. അപ്പോൾ യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മതർപ്പണം. അവിടെ നീ ഈ കർമ്മങ്ങളൊക്കെ തന്നെ എനിക്ക് വേണ്ടി ചെയ്യുന്നവനാവുക എന്ന് പറയുന്ന ഒന്നുണ്ട്. അവിടെ എന്താണ്? ഉടമസ്ഥതയെ കൈയൊഴിയുക. അപ്പോൾ ഞാൻ എൻ്റേത് എന്ന് പറയുന്ന ഉടമസ്ഥതാ ബോധമാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മളെ, ഈ സമഷ്ടിയിൽ നിന്ന് നമ്മളെ ഒരു വെഷ്ടിയാക്കി വേറിട്ട് നിർത്തുന്നത്. അതാണ്. അത് ശരിക്കും മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ മതർപ്പണം കുരുഷ്വ എന്ന് പറയുമ്പോഴോ ഞാനില്ല. പിന്നെ ഞാനില്ലാതെയായ പിന്നെ ഉള്ളത് എന്താ? ശേഷിക്കുന്നത് എന്താണ്? അതാണ് ഈ അഹങ്കാരത്തിൻ്റെ ശമനവും അഹംബോധത്തിൻ്റെ ഉണർവും. അവിടെയാണ് ഈ ഭഗവാൻ എന്ന് പറയുന്നത്, എല്ലാമായിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് 12-ാം അധ്യായത്തിൽ അർജുനൻ ഈ ചോദ്യം ചോദിച്ചുവല്ലോ, സഗുണത്തെയും നിർഗുണത്തെയും കുറിച്ച്. അപ്പോൾ ഭഗവാൻ നിർഗുണത്തിൻ്റെ കാര്യത്തിൽ ഭഗവാൻ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതെന്താണ്? ക്ലേശോദിഗതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹി ഗതിർ ദുഃഖം ദേഹവദ്ഭിരവാപ്യതേ. അവരെ സംബന്ധിച്ച് അവർക്ക് ദുഃഖം ഉണ്ടാവും. എങ്ങനെയുള്ളവർക്ക്? ദേഹവദ്ഭിഹി പറഞ്ഞിട്ടുള്ളതാണ്. ദേഹവദ്ഭിഹി എന്ന് പറഞ്ഞാൽ ദേഹാഭിമാനവദ്ഭിഹി, ഞാൻ ശരീരമാണ് എന്ന് ആർക്ക് ഉറപ്പുണ്ടോ, ആരങ്ങനെ അതിൽ ശരീരമനോബുദ്ധി ഉപാധികളിൽ നിരന്തരം ഞാനെന്നും എൻ്റേതെന്നും അഭിമാനിക്കുന്നുവോ അവരെ സംബന്ധിച്ച് നിർഗുണ ഉപാസന എന്നുള്ളത് ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. ഈ സഗുണവും നിർഗുണവും മനസ്സിലാക്കുക, അതാണ് അതിൽ അറിയാനുള്ളത്. അല്ലാതെ ഈ സഗുണ ആരാധന പോലെ ഒരു ആരാധനാക്രമം നിർഗുണത്തിലില്ല. അതാണ് ഈ സംശയം, ചോദിച്ചവരുടെ പ്രധാന സംശയം അതാണ്. ഒരാളതൊരു നെഗറ്റീവായിട്ട് തോന്നില്ലേ, അങ്ങനെ വരുന്നില്ലേ എന്നൊരു സംശയം എഴുതി ചോദിക്കുകയുണ്ടായി. അല്ലാത്ത ചോദ്യങ്ങളും ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പം ഈ സഗുണത്തിന് തന്നെ എന്തുണ്ട്? നിർഗുണമായ, അതായത് ഇതല്ല അത് എന്ന് നേതി എന്ന് പറയുന്ന ഒന്നുണ്ട്. അതുകൊണ്ടാണ് ശങ്കര ഭഗവത്പാദരുടെ ക്ഷമാപണം ഏറ്റവും പ്രസക്തമാകുന്നത്. ആ കോണ്ടസ്റ്റിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. എന്താ ആചാര്യസ്വാമികൾ ക്ഷമാപണം നടത്തിയത്? രൂപവിവർജിതസ്യ ഭവതോ ധ്യാനേന യത് കൽപ്പിതം. രൂപമില്ലാത്ത അങ്ങേക്ക് ഞാനൊരു രൂപമുണ്ടാക്കി എന്നിട്ട് ധ്യാനിച്ചു. അതെന്താണ്? തെറ്റാണ് എന്ന് പറയുന്നത്. എന്താ? ഇത് ചെയ്ത വലിയ മണ്ടത്തരായിരുന്നു എന്ന് പിന്നെ വിവേകം വന്ന് പറയുന്നതല്ല.
കാരണം അത് നമ്മളെ ബോധിപ്പിക്കുന്നതാണ്, മറ്റുള്ളവരെ എല്ലാവരും ഇത് ചെയ്യുന്നവരെ ബോധിപ്പിക്കുന്നതാണ്. ഏതുപോലെ ദേശീയ പതാക എന്ന് പറയുന്ന ആ തുണിയല്ല ദേശം എന്ന് നമുക്ക് നല്ല അറിവുള്ളതുപോലെ. അപ്പോൾ രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യാനേന യത് കൽപ്പിതം. പിന്നെയോ സ്തുത്യ അനിർവചനീയതാകില ഗുരു. അനിർവചനീയനാണ്, ഇന്ന പ്രകാരത്തിൽ എന്ന് വാക്കുകളെ കൊണ്ട് കൃത്യമായി നിർവചിക്കാൻ പറ്റാത്തത്, അതാണ് അനിർവചനീയം. അങ്ങനെയുള്ളതിനെ ഞാൻ വചിച്ചു, സ്തോത്രങ്ങളും കീർത്തനങ്ങളും ഇത്യാദികളൊക്കെ കൊണ്ട്. കാരണം അതിനെ ഉപനിഷത്ത് പറയുന്ന സമയത്ത് എന്താ പറയുന്നത്? യത് വാച അനഭ്യുദിതം യേന വാഗ് അഭ്യുദ്യതേ തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസതേ എന്നാണ്. യത് വാച അനഭ്യുദിതം, യാതൊന്നിനെയാണോ വാക്കുകൊണ്ട് വചിക്കാൻ പറ്റാത്തത്. യേന വാഗ് അഭ്യുദ്യതേ, എന്നാൽ യാതൊന്നുകൊണ്ടാണ് വാക്കുണ്ടാകുന്നത്. തദേവ ബ്രഹ്മത്വം വിധി, അതിനെ ബ്രഹ്മമെന്നറിഞ്ഞാൽ നീ ബ്രഹ്മം എന്ന് പറഞ്ഞു ഉപാസിക്കുന്നതൊന്നും ബ്രഹ്മമല്ല. അപ്പോൾ സ്തുത്യ അനിർവചനീയതാകില ഗുരു ദൂരീകൃതായന്മയ, അതും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ്. പിന്നെന്താ? വ്യാപ്തിത്വം ച നിരാകൃതം ഭഗവതോ യത് തീർത്ഥയാത്രാദിന. അപരിമേയനാണ്, വ്യാപ്തി നിർണയിക്കാൻ പറ്റാത്തതാണ് ഈ സത്യം എന്ന് പറയുന്നത്. പക്ഷെ ഞാനതിന് തീർത്ഥാടനങ്ങളൊക്കെ നടത്തി, തീർത്ഥഘട്ടങ്ങളെയൊക്കെ ഞാൻ ഇങ്ങനെയാണ്, ഈ സ്ഥലങ്ങളൊക്കെ ഇന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3 അപരാധങ്ങൾ ചെയ്തു എന്ന് പറയും. ക്ഷന്തവ്യം ജഗദീശ തദ് വികലതാം ദോഷത്രയം മത്കൃതം ദോഷത്രയം ക്ഷന്തവ്യം. എന്നാൽ ചെയ്യപ്പെട്ട 3 ദോഷങ്ങളെ ക്ഷമിച്ചാലും. അപ്പം ഈ 3 ദോഷങ്ങൾ എന്ന് പറയുന്നത് എന്താ? സഗുണമാണ്. അപ്പം ഈ സഗുണത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്രാർത്ഥന എന്താണ്? ഇതിനെല്ലാം മാറ്റി, ഇതെല്ലാം തന്നെ നമുക്കൊരു ഉപാധിയാണ്. ഇത് അറിയാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ 2 കൂട്ടർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അന്തും കുന്തും ഇല്ലാതെ ഓരോന്ന് പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കും. സഗുണം നിർഗുണം, സാകാരം നിരാകാരം, ഇങ്ങനെ പല ഓരോരോ സന്ദർഭങ്ങളിൽ ഓരോരോ രീതിയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രകൃതി പുരുഷൻ പറയാൻ പോവുക. ഭഗവാൻ പറയുക, എന്താണ് പ്രകൃതി? പ്രകൃതി ഗുണത്തോടു കൂടിയതാണ്, സഗുണമാണ് പ്രകൃതി. പുരുഷനോ നിർഗുണനാണ്. അപ്പോൾ പ്രകൃതി എന്ന് പറയുമ്പോഴേക്കും സത്വം, രജസ്, തമസ്, പിന്നെ ഈ പറഞ്ഞ പോലെ ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികൾ, നാമം, രൂപം ഇത്യാദികളൊക്കെ പ്രകടമാകുകയായി. അവിഭക്തം വിഭക്തേഷു ഭൂതേഷു വിഭക്തം. ഇതിൻ്റെ ഒഴുക്കാണ്, അത് വിട്ടുപോകരുത്. അതിനെയാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത് 18ാമത്തെ ശ്ലോകം കൊണ്ട്. ജ്യോതിഷാമപി തജ്ജ്യോതി തമസഃ പരമുച്യതേ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. തമസഃ, ഇരുട്ടിനും അപ്പുറത്ത് ഉള്ള പ്രകാശമാണത്. ജ്യോതിഷാം അപി തദ് ജ്യോതി, എല്ലാ പ്രകാശവും എന്താ പറയുക, പ്രകാശിപ്പിക്കുന്ന എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ പ്രകാശമായി വർത്തിക്കുന്നത് അതാണ്. തസ്യ ഭാസ സർവമിതം വിഭാതി. ഉപനിഷത്ത് പറയുമ്പോൾ പറയും നതത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം. സൂര്യൻ അതിനെ പ്രകാശിപ്പിക്കാൻ അശക്തനാണ്, ചന്ദ്രനും അശക്തനാണ്, നക്ഷത്രങ്ങളും ഒക്കെ. പിന്നെയാണോ എൻ്റെ ഈ അഗ്നി? നോക്കൂ, സഗുണാരാധനയാണ്. പക്ഷേ
സമർപ്പണം എവിടേക്കാണ്? നിർഗുണത്തിലാണ്. സഗുണ ആരാധനയിൽ തന്നെ ആരതി ഒഴിയുമ്പോൾ ചൊല്ലും ഈ മന്ത്രം. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവമിദം വിഭാതി. വീട്ടിൽ ആരതി ഒഴിയുന്നുണ്ടെങ്കിൽ ഇത് സ്വീകരിക്കാവുന്ന മന്ത്രമാണ്. എന്താണ്? ന തത്ര സൂര്യോപാധി, സൂര്യ ന ഭാതി, തത്ര അവിടെ, ന ചന്ദ്രതാരകം, ചന്ദ്രനോ നക്ഷത്രങ്ങളോ അതിനെ പ്രകാശിപ്പിക്കില്ല. പിന്നെയാണോ കുതോയമഗ്നി, അയമഗ്നി കുതഹ, ഞാൻ ഈ 2 രൂപയുടെ സാമ്പ്രാണി പോയിക്കുന്നത് കർപ്പൂരം കത്തിച്ചിത അങ്ങയെ പ്രകാശിപ്പിക്കുന്നു എന്ന അജ്ഞാനം എനിക്കില്ല. തസ്യ ഭാസ, ആ പ്രകാശം കൊണ്ടാണ് സർവമിതം വിഭാതി, ഇത് മുഴുവൻ പ്രകാശിക്കുന്നത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തുടങ്ങിയ സകലതും. എൻ്റെ പൊന്ന് തമ്പുരാനെ, അതിനെ പ്രകാശിപ്പിക്കാൻ അങ്ങയെ ഇതാ ഞാനിങ്ങനെ കർപ്പൂരമൊക്കെ ഒഴിഞ്ഞ് കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിഞ്ഞ് പ്രകാശിപ്പിച്ചു എന്ന അജ്ഞാനം എനിക്ക് ഇല്ല. അപ്പോൾ അതെന്താണ്? സഗുണത്തിൽ തന്നെ നിർഗുണത്തിലാണ് അതിൻ്റെ പരിസമാപ്തി. അതായത് രണ്ട് വഴിയല്ല. വിവരമില്ലാത്തവർ അങ്ങനെയൊക്കെ ഓരോന്ന് പറയും. അത് അവരുടെ അറിവുകേടായിരിക്കാം. അറിവുകേടിന് അറിവുകേട് തന്നെ പറയണമല്ലോ. ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, സ്വാമി എന്തിനാ അങ്ങനെ ഒരു അഹങ്കാരിയായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ്. ഇത് അഹങ്കാരമല്ലാന്നേ. ചില വിവരക്കേടുകൾ ആളുകൾ പറയുന്ന ആ വിവരക്കേടിനെ നമ്മളെന്തിനാ അനുവദിച്ചു കൊടുക്കണം? അത് ധർമ്മവിരുദ്ധമാണ്, ശാസ്ത്രവിരുദ്ധമാണ്. അത് നമ്മൾ പറയും. ഇത് മനസ്സിലാക്കിയ, ഗുരുമുഖത്തുനിന്ന് മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ നമ്മളത് പറയുന്നു. എല്ലാം പോട്ടെ, ഒരുമിച്ച് അങ്ങോട്ട് പോട്ടെ. അതെങ്ങനെ ശരിയാവുക? നടക്കില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങളിതിനെ മനസ്സിലാക്കാനാണെങ്കിൽ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നാടൻ ഭാഷയിൽ പറയാറില്ലേ, അച്ഛൻ്റെ കൂടെ പോകണം, അച്ഛനെ ഇങ്ങോട്ട് അങ്ങാടിയിലേക്ക് പോവുക, പക്ഷേ അമ്മയുടെ കൂടെ കിടക്കുകയും വേണം. അമ്മയുടെ അടുത്ത് നിന്ന് എണീറ്റ് എടാ എന്നാ നീ എണീക്കി ചെല്ല്. അപ്പോൾ എണീക്കാനുള്ള മടിയുണ്ട്. പിന്നെ ബാത്റൂം പോകണം, ഉടുപ്പിടണം, അതൊക്കെ വേണേ. ഇതിപ്പോൾ നല്ല സുഖമായിട്ട് കിടക്കുക. കുട്ടികളെക്കുറിച്ച് പറയുന്നതാണ്. പോകണം അച്ഛൻ്റെ കൂടെ, പക്ഷേ അമ്മയുടെ കൂടെ കിടക്കുകയും വേണം. എന്നതുപോലെ ഇത് രണ്ടും കൂടെ പരിപാടി നടക്കില്ല. എന്താണ്? മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ മനസ്സിലാക്കൽ ഇത് ഈ അറിവ് ഈ അറിവാണല്ലോ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ഒരു തിരിച്ചറിവുണ്ടായാൽ എന്ത് സമാധാനം ഉണ്ടാവും? അത്രയേ ഉള്ളൂ. തുടർന്ന് ഭഗവാൻ ഈ ആദ്യം പറഞ്ഞ ക്ഷേത്രവും ജ്ഞാനവും ജ്ഞേയവും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് ഇവിടെ ഭഗവാൻ തന്നെ പറയുകയാണ് 19ാമത്തെ ശ്ലോകം കൊണ്ട്. എന്താ ഭഗവാൻ പറയുന്നത്? ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസതഃ മദ്ഭക്ത ഏതദ് വിജ്ഞായ മദ്ഭാവായോപപദ്യതേ. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം. ഇതി ഇപ്രകാരം ക്ഷേത്രം, ശരീരം, ക്ഷേത്രത്തെക്കുറിച്ച്, തഥാ അതുപോലെ തന്നെ ജ്ഞാനം. എന്തൊക്കെയാണ് ജ്ഞാനത്തിൻ്റെ 20 ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ജ്ഞേയം. എന്താ ജ്ഞേയം എന്ന് പറഞ്ഞാൽ? ക്ഷേത്രജ്ഞനെക്കുറിച്ച്. ഇത് തന്നെ ജ്ഞേയം, അറിയേണ്ടത്. ഇതിനെ ഞാൻ സമാസതഃ ഉക്തം, ഞാനൊന്ന് സാമാന്യമായി ചുരുക്കി എന്നാൽ പറയപ്പെട്ടു. ഉക്തം, പറയപ്പെട്ടു. മദ്ഭക്ത, എൻ്റെ
ഭക്തൻ, എന്നിൽ ശ്രദ്ധയുള്ളവൻ. ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ വീണ്ടും ഒരു അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ എന്ന് ചിന്തിക്കരുത്. അതാണ് പ്രശ്നം. പ്രപഞ്ചത്തിൻ്റെ പരമകാരണം അത്രയാണ്. അത് ഈ കാർമുകിൽ വർണ്ണൻ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് അത് അത്ര അങ്ങോട്ട് പിടിക്കാറില്ല. സ്വാമി എന്താണ് ദൈവത്തിനെ പരിഹസിക്കുകയാണോ? നമുക്ക് പരിഹസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളാരാധന. ചിലർക്ക് ഭയങ്കര അങ്ങനത്തെ കുറേ എന്താ പറയുക, നിങ്ങളുടെ ആ പൈങ്കിളി ഒരു ഭക്തി ഉണ്ടല്ലോ, അതൊന്നും ഭക്തിയല്ല എന്ന്, അതൊക്കെ ഒരു ഞരമ്പ് രോഗമാണ് വാസ്തവത്തിൽ. അറിവില്ലാത്ത സാധനങ്ങളൊക്കെ ആ ഗണത്തിൽ പെടുത്താം. അതുകൊണ്ട് മദ്ഭക്ത എന്ന് പറയുമ്പോൾ ഇത്തരം പൈങ്കിളി രൂപങ്ങളൊന്നും ഈ പറഞ്ഞ ഈ സീരിയലും അതും ഇതുമൊക്കെ കണ്ടിട്ട് അങ്ങനെ കുറേ കഥകളും ഒക്കെ ഉണ്ട്. ഇത് ഗീത അതല്ല. ഗീത അത്തരത്തിലൊരു എന്തെങ്കിലും ഈ എന്താ പറയുക ഇക്കിളിപ്പെടുത്തുന്ന ഒരു കൃഷ്ണനൊന്നും ഇവിടെ ഇല്ല. ഉള്ളതുപോലെ തന്നെ നല്ല ഉഷാറായിട്ടാണ് വ്യാസരും ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് മദ്ഭക്ത, എൻ്റെ ഭക്തൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ പരമമായ കാരണത്തെ അതിൽ സറണ്ടർ ചെയ്തിട്ടുള്ളവൻ. അപ്പം പിന്നെ അവിടെ എൻ്റെ ഭക്തൻ എന്ന് പറയുമ്പോൾ കൃഷ്ണഭക്തൻ എന്ന് പറയുമ്പോൾ പ്രശ്നമുണ്ട്. മറ്റു ഭക്തന്മാരുടെ ഇടയിൽ നിന്നുള്ള ഒരു വിഭജിച്ചെടുത്തിട്ടുള്ള ഒരുത്തനാണ്. അങ്ങനെ ഒരാളില്ല അവിടെ. പ്രപഞ്ചത്തിൻ്റെ പരമകാരണത്തിലേക്ക് സറണ്ടർ ചെയ്തിട്ടുള്ള ആൾ അതാണ്. സാത്വസ്മിൻ പരമപ്രേമരൂപ, ദേശകാല വസ്തു പരിമിതി ഇല്ലാത്ത പ്രേമം. അങ്ങനെയുള്ള ഭക്തൻ ഏതത് വിജ്ഞായ, ഏതത് ഞാൻ ഈ പറഞ്ഞതിനെ വിജ്ഞായ ബോധിച്ചിട്ട് അറിഞ്ഞിട്ട് മദ്ഭാവായ ഉപപദ്യതേ, എൻ്റെ ഭാവത്തിന്, ആ പരമാത്മഭാവത്തെ, പിന്നെ ഞാനും അവനും അങ്ങനെ രണ്ടില്ല എന്ന് പറയാം, അതിനവൻ യോഗ്യനായിത്തീരുന്നു. ആ യോഗ്യനായി തീരാൻ വേണ്ടിയിട്ട് ആ തീരലാണ് ഈ നേരത്തെ പറഞ്ഞ ആചാര്യസ്വാമികളുടെ ക്ഷമാപണമൊക്കെ പറയുന്നത് അവിടെയാണ്. തുടർന്നതാ നമ്മുടെ വിഷയമായിട്ടുള്ള പ്രകൃതിയെയും പുരുഷനെയും പറയും. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണം, 20ാമത്തെ ശ്ലോകത്തിൽ, പ്രകൃതിം പുരുഷം ചൈവ വിദ്യാനാദി ഉവാവഭി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. 20ാമത്തെ ശ്ലോകം 13ാം അധ്യായം. പ്രകൃതിം പുരുഷം ച ഏവ, പ്രകൃതിം പ്രകൃതിയെയും പുരുഷനെയും. നമുക്ക് ഈ പ്രകൃതി എന്ന് പറയുമ്പോൾ നമുക്കൊരു ധാരണയുണ്ട്. എന്താ നമ്മുടെ ധാരണ? പ്രകൃതി അതിമനോഹരമായ പ്രകൃതി ദൃശ്യം, ഒരു പുഴ അല്ലെങ്കിൽ വലിയൊരു തടാകം അല്ലെങ്കിൽ സമുദ്രതീരം അല്ലെങ്കിൽ അപ്പുറത്ത് കുറേ കുന്ന്, നല്ല മലകൾ, ആ മലയുടെ ഇടയിൽ സൂര്യൻ അങ്ങനെ അസ്തമിക്കുന്നു അല്ലെങ്കിൽ ഉദിക്കുന്നു, കുറേ പറവുകളൊക്കെ ഇങ്ങനെ പറന്നു പോണു, അപ്പുറത്തൊരു ഓല വീട്, ഒരു തെങ്ങിൻ്റെ മുകളിൽ ഒരാൾ കയറുന്നു, അപ്പുറത്ത് കൂടെ ചെറു ഗ്രാമം, ആളുകളൊക്കെ ഇതിലേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സുന്ദരമായ ദൃശ്യങ്ങൾ, ഇതാണ് പ്രകൃതി. ഇങ്ങനെയാണ് പ്രകൃതി എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ ഉണ്ടാവുക. അത് മാത്രമാണോ പ്രകൃതി? അല്ലെങ്കിൽ അങ്ങനെയാണോ പ്രകൃതിയെ മനസ്സിലാക്കേണ്ടത്? അല്ല. പ്രകർഷേണ കൃതം, നന്നായി ചെയ്യപ്പെട്ടത്. എന്തുകൊണ്ട് ചെയ്യപ്പെട്ടതാണ്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഈ പഞ്ചമഹാഭൂതങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർന്നിട്ടുള്ളതാണ്.
പ്രകൃതി എന്ന് പറയുമ്പം സത്വം, രജസ്, തമസ്, ഈ പഞ്ചമഹാഭൂതങ്ങളുടെ സാത്വികവും രാജസികവും താമസികവുമായിട്ടുള്ള ഭാവങ്ങൾ. നമ്മളെന്തായാലും ഇതൊക്കെ കഴിഞ്ഞാൽ ഈ തത്വബോധം പോലുള്ള പ്രകരണ ഗ്രന്ഥവും കൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഇതൊക്കെ നന്നായിട്ട് ബോധിക്കും. അപ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ അതാണ് പ്രകൃതി. പുരുഷൻ എന്ന് പറഞ്ഞാലോ മീശക്കാരൻ എന്നുള്ള അർത്ഥത്തിലാണോ? അല്ലെങ്കിലും സ്ത്രീകളോട് യാതൊരു വിധത്തിലുള്ള മര്യാദയും ഇല്ല. ഞങ്ങളെപ്പോഴും ഞങ്ങൾ ഇസ്പയുടെ ഏഴാം കൂലികളാണ്, ഞങ്ങളെ പൂർണ്ണമായി അവഗണിച്ചിരിക്കുന്നു. ഇവിടെ അങ്ങനെയൊരു ലിംഗവാചിയായിട്ടുള്ള പുരുഷനെക്കുറിച്ചല്ല പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ കാരണമായിട്ടുള്ളതിനെയാണ് ഇവിടെ പുരുഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഉപാസനയുടെ കാര്യം പറയുമ്പോൾ സഗുണവും നിർഗുണവും പറഞ്ഞുവല്ലോ. ആ നിർഗുണം എന്ന് പറയുന്നിടത്താണ് പുരുഷൻ്റെ സ്ഥാനം. സഗുണത്തിലാണ് പ്രകൃതി. ഇതാണിപ്പോൾ നമ്മൾ സൗന്ദര്യലഹരിയിലൊക്കെ പറയുമ്പോൾ ശിവശക്തിയ എന്ന് പറയും. ശിവനവിടെ പുരുഷനാണ്, ശക്തി പ്രകൃതിയാണ്. അപ്പോൾ പ്രകൃതി ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാണ്. നമ്മൾ കൗസ്തുഭവും ശ്രീവത്സവും മനസ്സിലാക്കി. കൗസ്തുഭ വ്യപദേശേന സ്വാത്മജ്യോതിർബിഭർത്യച തത് പ്രഭാവ്യാപിനി സാക്ഷാത് ശ്രീവത്സം ഉരസാവിപു. അപ്പം ശ്രീവത്സം പ്രകൃതിയാണ്, കൗസ്തുഭമോ പുരുഷനാണ്. ഇങ്ങനെ നിങ്ങൾക്കിത് കാര്യം ഗ്രഹിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ആ ഇടങ്ങളിൽ ഇതിനെ ചേർത്ത് മനസ്സിലാക്കാൻ സാധിക്കും. എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ചേരുമ്പടി ചേർക്കലല്ലേ, അതിന് സമ്മതം ഉണ്ടായിരിക്കണം, വേദാന്തത്തിൻ്റെ സമ്മതം. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത് പ്രകൃതിയും ഇന്നത് പുരുഷനുമാണ്, അങ്ങനെ നിങ്ങൾ ഒരുപാട് പുതിയ എവിടെയെങ്കിലും ഒന്നും ചേർക്കാൻ ശ്രമിക്കേണ്ട. ഇത്രയേ ഉള്ളൂ. സ്ഥൂലവും സൂക്ഷ്മവും, കാരണവും കാര്യവും, സ്വരൂപവും സ്വഭാവവും, ഇത്രയൊക്കെ തന്നെയുണ്ട്. അതൊക്കെ മതി. പോരെ എളിയ, ഇത്രയൊക്കെ മതി എന്ന് പറയാം. അപ്പോൾ പ്രകൃതിം പുരുഷം ച, പ്രകൃതിയെയും പുരുഷനെയും ഉഭൗ അഭിയേവ, ഇതിനെ രണ്ടിനെയും തന്നെ അനാദി ഇതി വിദ്ധി, ഇത് തുടക്കവും ഒടുക്കവും ഇല്ലാത്തതാണ് എന്ന് നീ ആദ്യം തന്നെ അറിയണം. എന്നുണ്ടായി, ഇതിൻ്റെ തുടക്കം എവിടെ, ഒടുക്കം എവിടെ? ഇല്ലേ മോനെ, ഇത് അനാദിയാണ്. വികാരാഞ്ച ഗുണാഞ്ച ഏവ, വികാരങ്ങളെയും ഗുണങ്ങളെയും പ്രകൃതി സംഭവാൻ വിദ്ധി, പ്രകൃതിയിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് നീ അറിയണം. അതാണ് ഇതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ട വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ശബ്ദമുണ്ട്. എന്താണെന്നറിയോ? പ്രകൃതി എന്ന് പറഞ്ഞാൽ മായ, പ്രകൃതിയാണ് മായ. പുരുഷനോ? പുരുഷൻ്റെ മായയാണ് പ്രകൃതി. ഇതാണ് ഈ ദേവകിയും നന്ദഗോപരും തമ്മിലുള്ള ബന്ധം. വസുദേവരും യോ നന്ദ പരമാനന്ദ യശോദ മുക്തിഗേഹി, നന്ദഗോപനും യശോദയും വസുദേവരും ദേവകിയും. ദേവകി ആരാ? മായയാണ്. വസുദേവരാരാണ്? വേദമാണ്. നന്ദഗോപരാരാണ്? ആനന്ദമാണ്.
യശോദ ആരാണ്? മോക്ഷമാണ്. യോനന്ദ പരമാനന്ദ യശോദ മുക്തിഗേഹിനി എന്ന, മുക്തിഗേഹിനി മോക്ഷകാരിണി. നിഗമോ വാസുദേവ, വേദം തന്നെയാണ് വസുദേവർ. മായയാണ് ദേവകി. വളരെ രസമാണ് അങ്ങനെ വരുന്ന സമയത്ത്. നോക്കാം, നമുക്ക് ഇതിൻ്റെ ബാക്കി പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുന്നുണ്ട്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.